വനിതാ ബിൽ നടപ്പിലായാൽ രാജ്യത്തിനുണ്ടാവുന്ന മാറ്റം. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിയെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു വിഷയമാണ്. വനിതാ ബിൽ. ജനസംഖ്യയുടെ പകുതിയിലധികം സ്ത്രീകളായിട്ടും പാർലമെന്റിലും നിയമസഭകളിലും അവരുടെ പ്രതിനിധിത്വം വളരെ കുറവാണ്. ഈ അസമത്വം പരിഹരിക്കാനാണ് വനിതാ ബിൽ ലക്ഷ്യമിടുന്നത്. ഈ ബിൽ നടപ്പിലായാൽ പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും 33% സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യും. ഇത് സ്ത്രീകളുടെ ശബ്ദം ഭരണഘടനാപരമായും രാഷ്ട്രീയപരമായും ശക്തിപ്പെടുത്തും. എതിർപ്പിന്റെ വാദങ്ങൾ. ചിലർ പറയുന്നു, യോഗ്യതയെ അടിസ്ഥാനമാക്കിയല്ല, സംവരണത്തെ അടിസ്ഥാനമാക്കി സ്ഥാനങ്ങൾ നൽകുന്നത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ്, പാർട്ടികളുടെ ആഭ്യന്തര ഘടനയെ ബാധിക്കും എന്നൊക്കെ. പക്ഷേ സഹോദരങ്ങളെ, പലപ്പോഴും ഈ വാദങ്ങൾ പുരുഷാധിപത്യത്തിന്റെ മറവിൽ വരുന്നു എന്ന വിമർശനവുമുണ്ട്. സ്ത്രീകൾക്ക് തുല്യാവകാശം നൽകുന്നതിനെതിരെ നിലകൊള്ളുന്ന സമീപനം സമൂഹത്തിലെ പുരുഷ മേധാവിത്വത്തിന്റെ പ്രതിഫലനമാകാം. നടപ്പിലായാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. സ്ത്രീകളുടെ ശബ്ദം ശക്തമാകും. നിയമനിർമ്മാണത്തിൽ സ്ത്രീകളുടെ കാഴ്ചപ്പാട് ഉൾപ്പെടും. സാമൂഹിക നീതി. സ്ത്രീകളുടെ സുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യപരിപാലനം തുടങ്ങിയ വിഷയങ്ങൾ മുൻഗണന നേടും. ജനാധിപത്യത്തിന്റെ ആഴം വർദ്ധിക്കും. പ്രതിനിധിത്വം കൂടുതൽ സമഗ്രമാകും. പുതിയ രാഷ്ട്രീയ സംസ്കാരം. സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതോടെ അഴിമതി കുറയുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കേരളത്തിന്റെ പശ്ചാത്തലം. കേരളം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും മുന്നിട്ട് നിൽക്കുന്നുവെങ്കിലും രാഷ്ട്രീയ പ്രതിനിധിത്വത്തിൽ പിന്നിലാണ്. വനിതാ ബിൽ നടപ്പിലായാൽ കേരളത്തിലെ സ്ത്രീകൾക്ക് ദേശീയ തലത്തിൽ കൂടുതൽ ശക്തമായ പങ്കാളിത്തം സാധ്യമാകും. ഇത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പിന്തുണയ്ക്കേണ്ടതാണ് എന്നാണ് പ്രചോദനം ലൈഫിന്റെ താൽപര്യം. സഹോദരങ്ങളെ, വനിതാ ബിൽ നടപ്പിലാക്കുന്നത് സ്ത്രീകളുടെ വിജയം മാത്രമല്ല, അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയം കൂടിയാണ്. സ്ത്രീകളുടെ ശബ്ദം കേൾക്കുന്ന ഇന്ത്യ, ശക്തമായ ഇന്ത്യ. ജനാധിപത്യത്തിന്റെ യഥാർത്ഥ അർത്ഥം എല്ലാവർക്കും തുല്യാവകാശം നൽകുന്നതിലാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയൂ. തുടർന്നും ഇത്തരം വീഡിയോകൾക്കായി പ്രചോദനം ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.